3-ാം അധ്യായത്തിന്റെ ഭാഗങ്ങളായിരുന്നു. സ്തോത്രം. നമുക്ക് ഇന്ന് 4-ാം അധ്യായത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിച്ച ഒരു വിഷയം ആണ് നമുക്കൊന്ന് ചിന്തിക്കാനുള്ളത്. ഞാൻ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ചാപ്റ്റർ 53 വേഴ്സ് 5-ന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ആ വാക്യം വായിക്കുന്നു മലയാളത്തില്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനാൽ ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിടലോടായി നമുക്ക് സൗഖ്യമൊന്നും ഇരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധത്തിന്റെ മാതിരി സ്വർഗീയ പിതാവേ, ഞങ്ങളോട് നിന്റെ കൃപയ്ക്ക് വിശ്വസ്തതയ്ക്കുമായ സ്തോത്രം. സ്വന്തം എന്ന് പറയുവാൻ ഞങ്ങൾക്ക് കുറെ ബലഹീനതകൾ മാത്രമേ ഉള്ള കർത്താവ്. ഞങ്ങളുടെ ബലഹീനതകളെ വെളിപ്പെടുത്തി തന്ന് അത് ഉപേക്ഷിപ്പാനും അതിനകത്ത് സമ്പൂർണ്ണ പരിഹാരമായ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനശക്തിയെ, ക്രിസ്തുവിനെ തന്നെ ഞങ്ങളുടെ സോളി വെളിപ്പെടുത്തി ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന നിന്റെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. തിരുവഴുത്തല ധ്യാനിപ്പാൻ കൃപ നൽകിയായിട്ട് ആരാധിപ്പാനും പാടുവാനും സ്തുതിപ്പാനൊക്കെയും കർത്താവ് കൃപ നൽകിയതോ. ഞങ്ങളെ കർത്താവ് ചെയ്യുന്ന അവസ്ഥയിലുണ്ട്, ജോയിൻ ചെയ്യാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. കർത്താവ് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുന്നതിനായ സ്തോത്രം. തിരുവഴുത്തല ധ്യാനിപ്പാൻ തക്കോണം പരിശുദ്ധാത്മാവിൻ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ സ്നേഹത്തിനായ സ്തോത്രം, പുത്രന്റെ കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാ ദൈവത്തിന്റെ ഞങ്ങളുടെ സമീപനത്തിനായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. ശബ്ദം കടന്നെല്ലുന്ന ഓരോ പരിസരങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന കാണാം. ആമേ സ്തോത്രം. പ്രായശ്ചിത്ത രക്തത്താല്, പുത്രന്റെ പ്രായശ്ചിത്ത രക്തത്താല് വ്യക്തികളും ഉപകരണങ്ങളും ഞങ്ങൾ സാങ്ക്ടിഫൈ ചെയ്യാം. മഹത്വം ക്രൂശിലേക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം. യെശയ്യാപ്രവചനത്തിന്റെ ഓരോ വാക്യങ്ങളും നമുക്ക് വളരെ ആഴമായിട്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഇന്ന് ഈ വായിച്ച വാക്യത്തിന്റെ ഒരു പ്രത്യേകമായ കാര്യമാണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. വളരെ പ്രാർത്ഥനയോടും വളരെ ആവശ്യബോധത്തോടും കൂടെ വചനം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. എന്താണ് ഈ സമാധാനം കെട്ടുന്നത് ഉദ്ദേശിക്കുന്നത്? എവിടെയാണ് നമ്മുടെ സമാധാനം കെട്ടുപോകാനുള്ള അവസ്ഥ വന്നത്? ഇവിടെ എന്താണ് നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ? ആരുമായിട്ടുള്ള സമാധാനമാണ്? ഈ വക കാര്യങ്ങളായിട്ടൊന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തുടങ്ങുന്നത് എവിടെയാണ്? ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച്, ആമേ സ്തോത്രം, ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായിട്ട്, ദൈവം നിത്യനായിരിക്കുന്ന പോലെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നിത്യനായിരുന്നുവെന്നും അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായിരുന്നുവെന്നും അവനായിട്ട് ഒന്നായിരുന്നുവെന്നും അവനുമായിട്ട് പ്രവൃത്തിയില് അവന്റെ ഹിതപ്രകാരം സകലവും പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യന് സമാധാനത്തിന് ഒരു കേടുമില്ലായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന പോലെ സകല ഫ്രീ മോറൽ ഏജൻസിനെയും, സ്വതന്ത്ര മനസ്സിന്റെ ഉടമകളായ സകല സൃഷ്ടികളെയും പരിശോധിപ്പാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ടെംപ്ടേഷൻസ്. അതിനകത്ത് വീണുപോയ മനുഷ്യൻ തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം തിന്നുക കൊണ്ട്, അതായത് അവൻ ദൈവത്തെക്കാളും അധികമായിട്ട് സ്വയത്തെ ആദരിക്കുകൊണ്ട്, ആമേ സ്തോത്രം, ദൈവമായിട്ടുള്ള അവന്റെ കണക്ഷൻ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള അവന്റെ കൂട്ടായ്മയ്ക്കാണ് വിച്ഛേദനം സംഭവിച്ചത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദൈവമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്ന സ്ഥാനത്ത്, കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വതന്ത്ര മനസ്സിന്റെ ഉടമകളായി നമുക്ക് പൊതു താല്പര്യമുള്ളവരുടെ സംഘാംഗത്വം, കൂട്ടായ്മ അല്ലെങ്കിൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞതിന്റെ മലയാള എന്താ പറയുക വ്യാകരണം അറിയുന്ന മലയാള അർത്ഥം എന്ന് പറയുന്നത് പൊതു താല്പര്യമുള്ളവരുടെ സംഘാംഗത്വം. അപ്പോൾ പൊതു താല്പര്യത്തിൽ നിന്ന്, ദൈവത്തിന്റെ താല്പര്യത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുമെന്നൊക്കെയാണ് ദൈവം ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു സൃഷ്ടിയെ സാധാരണ വെച്ചതേ ഉള്ളൂ. പക്ഷെ മനുഷ്യന് കൊടുത്തിരുന്ന ഫ്രീ വില്ലിനെ, സ്വതന്ത്ര മനസ്സിനെ അവൻ വ്യാജമായിട്ട് ഉപയോഗിച്ചു. വൃക്ഷഫലം തിന്മാനുള്ള ആപ്പിറ്റൈറ്റ് ദൈവം തന്നെയാണ് അവന് കൊടുത്തത്. അവന് തിന്മാൻ തക്കവണ്ണം നല്ല വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ ദൈവം കൊടുത്തത് ദൈവം തന്നെയാണ്.
അത് ഭക്ഷിപ്പാൻ ഇഷ്ടംപോലെ ഭക്ഷിപ്പാനുള്ള ആപ്പിറ്റൈറ്റ് കൊടുത്ത ദൈവമാണ്. തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ പലതരക്ക് ഇഷ്ടം പോലെ, അവന്റെ സ്വതന്ത്ര മനസ്സിന്റെ ഇഷ്ടം പോലെ തിന്നാം. അപ്പൊ തിന്നാനും അത് വെറുതെ അല്ല, ദൈവത്തിന് നിയന്ത്രണത്താൽ തിന്നാൻ മാത്രമല്ല, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് തിന്നുവാനൊക്കെ ഉള്ള ഫ്രീഡവും ആപ്പിറ്റൈറ്റും കൊടുത്ത ദൈവം തന്നെയാണ്. എന്നാൽ അവന് കൊടുത്തിരുന്ന ആപ്പിറ്റൈറ്റും അവന് കൊടുത്തിരുന്ന ആ ഫ്രീഡവും വ്യാജമായി ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചപ്പോഴാണ് അവൻ തന്നെ സ്വയമായിട്ട് ദൈവത്തിനകത്ത് പോവുകയാണ് ചെയ്തത്. ദൈവം അവനെ മാറ്റിയതല്ല. തോട്ടത്തിലെ ഈ വൃക്ഷഫലം തിന്നാൻ, നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ നിന്റെ കണ്ണു തുറക്കുകയും നീ നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ പോലെ ആയിത്തീരും. അപ്പൊ ദൈവത്തിന്റെ പരിപാലനത്തിനായിരുന്നു നീ ആയിരിക്കുന്നത്, ദൈവത്തിന്റെ നിയന്ത്രണത്തിനായിരിക്കുന്നത്. നിനക്ക് അതിൽ നിന്നും ഡിറ്റാച്ച് ആയത് ദൈവം എറ്റേണലായിട്ട് സ്തോത്രം, അവൻ സെൽഫ് സ്റ്റാൻഡിങ് ആയിരിക്കുന്നത്, സെൽഫ് സഫീഷ്യന്റ് ആയിരിക്കുന്നുണ്ട്. അവൻ ആയിരിക്കുന്നത് പോലെ നിനക്കും ദൈവത്തെ കൂടാതെ വാഴാം എന്നൊരു ഐഡിയ ആണ് സൈത്താൻ കൊടുത്തത്. അത് തിരഞ്ഞെടുത്ത് സ്തോത്രം, ആ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്ന മൂവ്മെന്റിൽ തന്നെ ദൈവം ആരും നിർബന്ധിക്കുന്നതല്ല. ആ മൂവ്മെന്റിൽ തന്നെ അവന്റെ കൊടുത്തിരുന്ന ഇഷ്ടത്തെ അവൻ വ്യാജമായിട്ട് ഉപയോഗിച്ച മൂവ്മെന്റിൽ തന്നെ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ടുള്ള കൂട്ടായ്മ മാറി. കാരണം എന്താ? പൊതു താല്പര്യത്തിന് വ്യത്യാസം വന്നു. ശരിക്കും മനസ്സിലാക്കണം. ഫെലോഷിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം പൊതു താല്പര്യമുള്ളവരുടെ സംഘാംഗത്വം. സ്തോത്രം. ആ താല്പര്യത്തിന് ഡിഫറൻറ്റ് വന്നപ്പോൾ ദൈവത്തിന്റെ തേജസ് അവനെ വിട്ടുമാറി. ഇതാണ് റോമാലേഖനം 3:23 പറയുന്നത്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു. ദൈവ തേജസ്സിനാലാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത്. അവിടെ തുടങ്ങിയാണ് സ്തോത്രം ഏക മനുഷ്യനാൽ പാപത്താൽ പാപവും മരണവും ലോകത്തിൽ കടന്നു. അപ്പോൾ എല്ലാ മനുഷ്യനും തന്നെ ആദാം ചെയ്ത തെറ്റുമാതിരി പോലെ നമ്മളെല്ലാവരും തന്നെ ആ ആദാമിൽ ഉണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദാമിന്റെ ആ കമ്മ്യൂണിക്കേഷൻ, ആ ഫെലോഷിപ്പ് നഷ്ടപ്പെട്ട സമയത്ത് നാം എല്ലാവരും അവനിൽ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ജനിച്ച എല്ലാവർക്കും തന്നെ ആ ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടവരായിട്ടാണ് വരുന്നത്. എന്നാൽ ദൈവം കരുണാസമ്പന്നനാകൊണ്ട് അവനെ മുടിച്ചു കളയാതെ അവന് വീണ്ടും റീസ്റ്റേറ്റ് ചെയ്തൊക്കെ വേണം, വീണ്ടെടുക്കുവാനുള്ള പദ്ധതിയെ മുൻകൂട്ടിക്കൊണ്ട് ഒരു മൃഗത്തെ കൊന്നുകൊണ്ട് ദൈവം അവന്റെ നഗ്നത മറപ്പിക്കാൻ, തന്റെ പാപത്താൽ വെളിപ്പെട്ട് വന്നിട്ടുള്ള നഗ്നത മറയ്ക്കുവാനൊക്കെ വേണം ഒരു മൃഗത്തെ കൊന്നുകൊണ്ട് അവൻ സ്തോത്രം അവിടെ ഒരു വസ്ത്രം ഒരുക്കി കൊടുക്കുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഏത് മനുഷ്യനും ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് അവൻ ദൈവമായിട്ട് റീകൺസിലേഷൻ നടക്കാത്തോളം അവന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ആ സൈത്താൻ തന്നെ നിനക്ക് ദൈവത്തെ കൂടെ വാഴാൻ സാധിക്കും ഒന്ന് പ്രോമിസ് കൊടുത്തുകൊണ്ട്, ഒരു വഞ്ചന കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കള്ളത്തിൽ കൂടെ അവൻ ഡെവലപ്പ് ചെയ്ത് ലോകപരമായ പല കാര്യങ്ങൾ കൊണ്ട് സമാധാനം കൊടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് വെച്ചിരിക്കുകയാണ്. ശരിക്കും മനസ്സിലാക്കണം. അവൻ തന്നെ ലോകത്തിലെ അല്ലെങ്കിൽ അവന്റെ രാജ്യത്തിലുള്ള സൈത്താന്റെ കിങ്ഡത്തിനകത്തുള്ള ടെമ്പററി ആയിരിക്കുന്ന, വ്യാജമായിരിക്കുന്ന, നിത്യമല്ലാത്തതായിട്ടുള്ള, വെറും പൊളിയായിരിക്കുന്ന ടെമ്പററി പെരിഫറൽ ആയിരിക്കുന്ന സമാധാനം കൊണ്ട് അവൻ വ്യാജമായ പല കാര്യങ്ങൾ സൃഷ്ടിച്ച് അതിന് തക്കതായ ഉപദേഷ്ടാക്കന്മാര്, അതിന് തക്കതായ സുവിശേഷപരം വ്യാജം പറയുന്നവര്, അല്ലെ ഈ ലോകത്തിന്റെ പല കാര്യങ്ങൾ എനിക്ക് കൊണ്ടുപോയി ദൈവത്തോട് റീകൺസിലിയേഷൻ, നിത്യമായ സമാധാനം റീസ്റ്റേറ്റ് ചെയ്യാൻ പുനഃസ്ഥാപിക്കാൻ പറ്റാതെ വണ്ണം അവൻ മറച്ചു വെച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടെയാണ് സുവിശേഷത്തിന് ശക്തി കടന്നു വരുന്നത്. സുവിശേഷത്തിന് അതിനായ ഇൻഹറന്റ് പവർ ഉണ്ട്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ സമാധാനം ശ്രദ്ധിക്കണം, യഥാർത്ഥ സമാധാനം കെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി തരുന്നതൊക്കെ വേണം ദൈവം ചില പ്രവൃത്തികൾ ചെയ്യും. ഇനി നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവന്റെ മേലായി. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന് സ്വയമായിട്ട് തീരുമാനമെടുത്ത് ദൈവത്തെ കൂടെ വാഴുവാൻ തീരുമാനമെടുത്ത മനുഷ്യന്റെ സന്തതികളാണ് നാം. നമ്മുടെ സോൾ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൂടാതെ വാഴാൻ ആഗ്രഹിക്കുന്നതാണ്.
ഈവൻ വീണ്ടും ജനം പ്രാപിച്ചവരായതല്ലോ ശുശ്രൂഷകന്മാരായിട്ടല്ലോ അവർ ക്രിസ്തുവിന്റെ ആത്മാവിനെ കീഴ്പ്പെട്ടിരിക്കാത്തോടത്തോളം അവർ ക്രിസ്തുവിനെ കൂടാതെ വാഴുവാൻ ആഗ്രഹിക്കുന്ന ഫ്ലഷ് എന്ന ഒരു ശക്തിയുമായിട്ടാണ് നടക്കുന്നത്. അതിനെ ഡേ ബൈ ഡേ ഓവർകം ചെയ്യുവാനാണ് പരിശുദ്ധാത്മാവ് ദൈവത്തെ നമ്മളെ വസിക്കാനിടയാക്കി തന്നിരിക്കുന്നത്. ഈ വാക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ വചനാടിസ്ഥാനത്തിലും വളരെ ആഴത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് നമുക്കൊരു റീകൺസിലിയേഷൻ, ഒരു സമാധാനം, ഒരു പെർമനന്റ് പീസ് നമ്മളിൽ വരണമെങ്കിൽ ദൈവത്തിന് നമ്മോട് കരുണ കാണിച്ചുകൊണ്ട് പീസ് കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം ഡിവൈൻ ഗവൺമെന്റ് മനുഷ്യനെ തോട്ടത്തിലാക്കി വെച്ചപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, തിന്നുന്ന നാളിൽ നീ മരിക്കും. അരുതെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്താൽ നീ മരിക്കും. ആ ശിക്ഷയ്ക്ക് പരിഹാരം വരുത്താത്തോളം, ആ ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്താത്തോളം എന്ന് പറഞ്ഞാൽ ആ പാപത്തിന്റെ മരണമെന്ന ശിക്ഷ മനുഷ്യന്റെ മേൽ നടത്താത്തോളം ദൈവത്തിന് മനുഷ്യനോട് കരുണ കാണിപ്പാൻ സാധ്യമല്ല. നീതിയെ നിവർത്തിക്കാത്തോളം മനുഷ്യന്റെ മേൽ ദൈവം എത്ര കരുണാസമ്പന്നനായാലും സ്നേഹം തന്നെയായാലും അതുകൊണ്ട് നീതിക്ക് ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്താത്തോടത്തോളം കരുണ കാണിപ്പാൻ സാധ്യമല്ല. മനുഷ്യരോട് സമാധാനത്തോടെ ഇടപെടാൻ സാധ്യമല്ല. അപ്പൊ ദൈവം ഒരു പക്ഷത്തും മാനവജാതി മുഴുവനും വേറൊരു പക്ഷത്തു നിന്നുകൊണ്ട് ഇവർക്ക് തമ്മിൽ അടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്നതാണ്. അതായത് പാപം ചെയ്ത ദേഹി മരിക്കണം, പാപം ചെയ്ത വ്യക്തി മരിക്കണം. ഇതിന് സാറ്റിസ്ഫാക്ഷൻ വരുത്താത്തോളം ദൈവത്തിന് മനുഷ്യനോട് കരുണ കാണിച്ച് അവനെ റീകൺസൈൽ ചെയ്യുവാൻ, അവന് സമാധാനം കൊടുക്കാൻ സാധ്യമല്ല. ഇത് ശരിക്കും മനസ്സിലാക്കി തന്നാല് നമ്മുടെ രക്ഷപ്പെട്ട് നടക്കുന്ന മനസ്സിലാക്കിയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്താണ്, ഒരു സൃഷ്ടി കൊണ്ടോ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കൊണ്ടോ ഇത് സാധ്യമല്ലാതിരിക്കുന്ന സമയത്താണ് സൃഷ്ടിപ്പിലെ ത്രിത്വത്തില് രണ്ടാമനായിരിക്കുന്ന ക്രിസ്തു പുത്രൻ സ്വമേധയ പിതാവിന്റെ നിർബന്ധത്താലല്ല പുസ്തക ചുരുളി എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു പറഞ്ഞുകൊണ്ട് മാനവജാതിക്ക് വേണ്ടി പാപ പരിഹാരമായി തീരത്തക്കവണ്ണം മാനവജാതി വീണ്ടും ദൈവത്തോട് റീകൺസൈൽ ചെയ്ത് പെർമനന്റ് പീസിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം അവന്റെ മേലുള്ള ശിക്ഷ അവന്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിനും വെച്ചെടുക്കാൻ തക്കവണ്ണം മനുഷ്യനെ പോലെ ശരീരവും പ്രാണനും ആത്മാവും ഉള്ളവനായി. ഇതെല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അവൻ ഒരു ഇലൂഷൻ അല്ലായിരുന്നു. ശരിക്കും ശരീരവും പ്രാണനും ആത്മാവുമുള്ള ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് ഭൂമിയില് ന്യായ പ്രമാണത്തിന് കീഴിൽ വെളിപ്പെട്ടു വന്നത്, ഡിവൈൻ ലോയുടെ വെളിപ്പെട്ടു വന്നത്, ന്യായപ്രമാണത്തിൽ നിവർത്തി വരത്തക്കവണ്ണം ന്യായപ്രമാണം ഡിവൈഡ് ചെയ്ത എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് അവൻ വിധേയപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം വരുമ്പോ ഗെത്സമനെ തോട്ടത്തില് ദൈവമേ സ്തോത്രം, കഴിയുമെങ്കിൽ പാദപാത്രം നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പൂർത്തിയാകേണ്ടത് പറയുമ്പോൾ അവിടെ സമ്പൂർണ്ണമായ സബ്മിഷൻ നടക്കുകയാണ്. അതായത് ദൈവത്തിൽ നിന്ന് കൈവിട്ടു പോയ മനുഷ്യന് പകരമായിട്ട് താൻ അല്പസമയത്തേക്ക് കൈവിട്ടു പോകണം. കോടി കോടി ട്രില്യൻസ് വരുന്ന മാനവജാതിയുടെ സോള് നിത്യമായ നരകത്തില് നിരന്തരമായി യാതന അനുഭവിച്ച് സമാധാനം കെട്ടുകൊണ്ട് അതിന്റെ പീഡനം അനുഭവിക്കുന്ന സ്ഥാനത്ത് തന്റെ പുത്രൻ അല്പസമയം അവൻ ആ കട്ടത് അനുഭവിക്കത്തക്ക വേണം. ഇലൂഷനല്ല, സ്റ്റോറിയല്ല, വാസ്തവത്തെ അനുഭവിക്കത്തക്ക വേണം. ദൈവം തന്റെ പുത്രനെ അല്പസമയത്തേക്ക് കൈവിട്ടു. മാനവജാതിയുടെ സമാധാനത്തിന് ഏതാണ് വാക്യം പറയുന്നത്? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അപ്പോൾ ക്രിസ്തുവിൽ നമ്മുടെ സമാധാനം ദൈവമായിട്ട് ദൈവത്തിന് നമ്മോട് കൃപ കാണിക്കത്തക്ക വേണം. ആ ജസ്റ്റിസിന് നീതി വരത്തക്കവണ്ണം മനുഷ്യന്റെ ശരീരത്തിലും പ്രാണത്തിലും ആത്മാവിലും ശിക്ഷയ്ക്ക് പകരമായി തന്റെ പുത്രനയച്ച് പുത്രൻ സ്വമേധയെ തന്റെ ശരീരത്തിലും തന്റെ പ്രാണനിലും ആത്മാവിൽ ശിക്ഷ എടുക്കത്തക്കവണ്ണം തന്റെ ശരീരം കൂശിൽ കിടക്കുമ്പോൾ തന്റെ പ്രാണനും ആത്മാവും ദുഷ്ടന്മാർ പോകുന്ന സ്ഥലത്ത് പാതാളത്തിൽ ഷിയോളിൽ പോയിട്ട് ആ യാതന അനുഭവിച്ചു, മരണം അനുഭവിച്ചു, അവനെ കൈവിട്ടു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ക്രൂശിൽ നിലവിളി കേൾക്കുന്നത്, എന്റെ ദൈവമേ എന്റെ ദൈവം നീ എന്നെ കൈവിട്ടതെന്ന്. അപ്പോൾ ദൈവം ആ അറ്റോൺമെന്റ് എന്ന പ്രവൃത്തിയിൽ കൂടെ മാനവജാതി വീണ്ടെടുക്കുവാനുള്ള ദൈവം പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ആ കവനന്റിൽ കൂടെ
വീണ്ടെടുപ്പിന് ആവശ്യമായിരിക്കുന്ന പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഗവൺമെന്റ് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്ന പ്രായശ്ചിത്തം നടപ്പിലാക്കി. എന്നിട്ട് അവനെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം ഡിക്ലെയർ ചെയ്യുകയാണ്. റോമാലേഖനം 3:25 വാക്യത്തിൽ പറയുന്നത്, സ്തോത്രം, വിശ്വസിക്കുന്നവന് അവൻ പുത്രന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ അവന് പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. ഏത് വ്യക്തിയായാലും, ഏത് മതമായാലും, ഏത് സമൂഹമായാലും, ആര് തന്നെയും നിനക്ക് ഒരേ ഒരു വഴിയുള്ള, ആദാമിൽ നിന്റെ പാപം വസിക്കുന്നുണ്ട്. ആദാമിൽ നീ ഉണ്ടായിരുന്നോ? ആദാം ദൈവത്തോട് ഡിറ്റാച്ചായി പോയ സമയത്ത്, അവന് സ്വയം താല്പര്യത്തോട് ഡിറ്റാച്ചായി പോയ സമയത്ത് നിന്നിൽ ദൈവത്തിന്റെ പീസ് അല്ല വസിക്കുന്നത്. ദൈവമായിട്ട് റീകൺസൈൽ ചെയ്യാത്തോടത്തോളം നിന്നിൽ പീസ് ഇല്ല. എന്നാൽ വ്യാജമായി പീസ് തരത്തക്കൂട ദുഷ്ടനാണ് ഈ ലോകത്തിന്റെ അവന്റെ കിങ്ഡത്തിലുള്ള പല കാര്യങ്ങൾ കൊണ്ടും ഇവൻ സുവിശേഷം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടോ വ്യാജമായ രീതിയിൽ ദൈവമായിട്ട് വാസ്തവത്തിൽ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, അയ്യോ ഞാൻ പാപി, ഞാൻ മരണയോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഏക സൊല്യൂഷനായി ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവ സ്വീകരിക്കാത്തോളം ദൈവമായിട്ട് റീകൺസിലേഷൻ നടക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പല ലീഡേഴ്സും, എസ്പെഷ്യലി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ്, ലോകമെമ്പാട് പോയിട്ട് സമാധാനം സ്ഥാപിക്കാൻ നോക്കിയാണ്. ഒരു വാക്യം തന്നെ പറയുന്നുണ്ട് കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തില്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവമായിട്ട് ദൈവം വചനപ്രകാരം ക്രിസ്തു മുഖാന്തരം സമാധാനം ഉണ്ടാക്കാതെ മറ്റു കാര്യങ്ങൾ കൂടെ സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് വേൾഡ് ലീഡേഴ്സിനെ പോലും എടുത്തുകൊണ്ട് ഈ യഥാർത്ഥ സമാധാനത്തെ പഠിപ്പിച്ചു വെച്ച് മറച്ചുകൊണ്ട് റീകൺസിലേഷൻ, രാജ്യങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ നടത്താൻ നോക്കുക. ദൈവം അത് അനുവദിക്കരുത്. നിങ്ങൾക്ക് ഭാവിയിൽ അത് കാണാൻ സാധിക്കും. എറ്റേണൽ സാൽവേഷൻ എന്ന് പറയുന്നത് ദൈവവും മനുഷ്യൻ തമ്മിൽ റീകൺസിലിയേഷൻ ആണ്. അത് വേണമെങ്കിൽ ആ മാനവ വ്യക്തിപരമായിട്ട് എന്റെ മേലുള്ള എന്റെ വ്യക്തിപരമായ പാപനിമിത്തം എനിക്ക് പാപ പരിഹാരമായി തീർന്ന എന്റെ സമാധാനത്തിന് ശിക്ഷ ഏറ്റെടുത്ത് സ്വമേധ ഏറ്റെടുത്ത് എനിക്ക് പകരമായിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലതുമായിട്ടിരിക്കുന്ന ക്രിസ്തുവിനെ തുടർന്ന് എന്റെ ജീവിതത്തിൽ എന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി, അതാണ് രക്ഷിതാവ്. തുടർന്ന് എന്റെ ജീവിതത്തിന് അവനെ ഞാൻ കർത്താവായി സ്വീകരിക്കുന്നു. അതാണ് യേശുവിനെ കർത്താവെന്നും രക്ഷിതാവെന്നും സ്വീകരിക്കുന്നതിന്റെ അർത്ഥം. അങ്ങനെ സ്വീകരിക്കാത്തോടത്തോളം, അവനുമായിട്ട് ഒന്നായി ചേർന്നുകൊണ്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാത്തോടത്തോളം പെർമനന്റ് പീസ് വരുന്നില്ല. വ്യാജമായ ഇത്തരം പീസുകളിൽ കൂടെ കൊണ്ടുപോയിട്ട് ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ പല രാജ്യങ്ങൾ നോക്കി. ഹിറ്റ്ലർ നോക്കി. യഹൂദന്മാരാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ മുഴുവൻ തുടച്ചു മാറ്റി കഴിഞ്ഞാൽ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ പറ്റാമെന്ന് നോക്കി. പക്ഷെ അവസാനം അവൻ സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. സേറ്റാനെന്താ തെക്ക് നോക്കണം. പല മനുഷ്യനെ പോലെ ലോകം തരുന്ന സമാധാനം നോക്കിക്കൊണ്ട് യഥാർത്ഥ ക്രിസ്തു മാത്രമുള്ള സമാധാനത്തെ അംഗീകരിക്കാതെ പല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവത്തിനെ ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നീ വാസ്തവത്തിൽ ദൈവമായിട്ട് റീകൺസിൽ ആയിട്ടില്ല? നിന്നിൽ അപ്പോൾ ഉള്ള സമാധാനം വാസ്തവമായ സമാധാനമല്ല, ലോകം തരുന്ന സമാധാനം. അതാണ് കർത്താവ് പറഞ്ഞത്, എന്റെ സമാധാനം, മരണമൊഴിയായിട്ടാണ് പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ക്രിസ്തു തരുന്ന സമാധാനമുണ്ട്. ഒരു മനുഷ്യൻ ഒരു മരണമൊഴി എഴുതി വെച്ചാൽ ആ മനുഷ്യന്റെ മരണത്തിന് ശേഷം അതിന് മാറ്റാൻ ഒരു സൃഷ്ടിക്ക് സാധ്യമല്ല, ഒരു നിയമത്തിന് സാധ്യമല്ല. അതേപോലെയാണ് യേശു മരണമൊഴിയായിട്ടാണ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവന്റെ പീസ്, അവന്റെ ഓണർഷിപ്പിലുള്ള പീസ് അവന് മരണമൊഴിയായിട്ട് അവനെ വിശ്വസിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. അത് ലോകം തരുന്ന പോലെ സമാധാനമല്ല. അപ്പോൾ അവന്റെ മരണമൊഴിയായിട്ട് തരുന്ന പീസിനും ലോകം തരുന്ന ഒരു പീസിനും ഡിഫറൻസ് ഉണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് പല ലോക ലീഡേഴ്സും വേൾഡ് പീസിന് ശ്രമിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം അടുത്ത നോബൽ പ്രൈസ്, പീസിനുള്ള നോബൽ പ്രൈസ് നേടുവാൻ വേണ്ടിയിട്ടാണ്. അത് റഷ്യയും ഉക്രൈനും തമ്മിലാണ് സമാധാനം ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇസ്രായേലും അറബ് രാജ്യങ്ങളും സമാധാനം ഉണ്ടാക്കാൻ നോക്കുന്നത്. ക്രിസ്തുവിൽ കൂടെ അല്ലാത്ത സമാധാനത്തിന് വേലയില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അടുത്ത കാലങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് വഞ്ചിച്ചു കൊണ്ടുപോകുമ്പോൾ, മനുഷ്യൻ ഇതെല്ലാം അനുഭവിച്ചു പോകുമ്പോൾ അവസാനം ഇവിടെ എങ്ങനെ പീസിലാകുമ്പോൾ മനുഷ്യന്റെയും സ്വയമായിട്ട് സൂസൈഡ് ചെയ്തിട്ട് പീസ് ഉണ്ടാക്കാൻ നോക്കും. ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ പോകുക. നമുക്ക് അടുത്ത കാലങ്ങൾ കണ്ടിട്ടല്ലോ, കുടുംബങ്ങളായിട്ട്, അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട്, ഈവൻ പാസ്റ്റേഴ്സ് പോലും സൂയിസൈഡ് ചെയ്തു. കാരണം എന്താ? ലോകം തരുന്ന സമാധാനത്തിന് വ്യാജ സമാധാനത്തിൽ കൊണ്ടുപോവാണ്. എന്നാൽ ഇതിന്നൊരു ഒഴിവ് കിട്ടും പറഞ്ഞുകൊണ്ട് സൂയിസൈഡ് ചെയ്യുമ്പോൾ പോകുന്ന ഇങ്ങോട്ടാ നേരെ
നിത്യമായ പാതാളത്തിലേക്ക്, നരകത്തിലേക്ക്, നിത്യമായ സമാധാനക്കേടിലേക്കാണ് പ്രവേശിക്കുന്നത്. വഞ്ചിച്ച് ലോകത്തിന്റെ പീസ് കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന പീസിനെ അംഗീകരിക്കാതെ വ്യാജമാർഗത്തിലൂടെ മദ്യപാനാകാം, ഡ്രഗ്സ് ആകാം, വെറിക്കൂത്തുകളാകാം, പലതിനും കൂടെ പീസ് കണ്ടെത്താൻ നോക്കി അവസാനിച്ചത് അതിന് മതി എന്ന് പറഞ്ഞ് അവസാനിച്ചാൽ, സ്വയമായിട്ട് അവസാനിപ്പിച്ചാൽ പോകുന്ന നേരെ കത്തിയിരിക്കുന്ന പാതാളത്തിലേക്ക്. പിന്നെ അവിടെ സൊല്യൂഷൻ ഇല്ല. എന്നിട്ട് പോലും ചില മതവിഭാഗങ്ങളെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റ് അടിക്കത്തൊക്കെ ഇവിടെ പ്രാർത്ഥനകളോ നോവേലുകളോ ഗൊന്തകളോ പരിപാടികൾ ചെയ്ത് വ്യാജപ്രവൃത്തി ചെയ്യാണ്. മരിച്ചുപോയ മനുഷ്യരെ പോലും, സ്വയമായിട്ട് പാതാളത്തിലേക്ക് തിരഞ്ഞെടുത്ത മനുഷ്യരെ പോലും വഞ്ചിച്ചു കൊണ്ടുപോയി പണം മോട്ടിക്കുന്ന കള്ളന്മാർ, പോക്കറ്റ് അടിക്കാൻ. ഇനി യഥാർത്ഥമായി അടുത്ത കാര്യം ശ്രദ്ധിക്കണം. ഈ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരന്നിട്ടുള്ളൊരു പീസ് അല്ല നിന്നെ ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വളരെ ശ്രദ്ധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരന്നിട്ടുള്ള ഒരു എറ്റേണൽ പീസ് അല്ല എന്നെ ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരത്തക്കോണം ദൈവം എങ്ങനെയാണ് ഈ പ്രവൃത്തി നമ്മളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുമെന്നൊക്കെ ഇവിടെ ആകർഷിക്കാൻ ശരിക്കും മനസ്സിലാക്കണം. ഇത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 44 വായിച്ചാൽ മനസ്സിലാകും. സ്തോത്രം. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ പുത്രന്റെ അടുത്തേക്ക് വരാൻ ആർക്കും സാധ്യമല്ല. പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന റൂട്ടി ആരും നശിച്ചു പോകാതെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവിധം അവരെ ദൈവമായിട്ട് റീകൺസൈൽ ചെയ്യിപ്പിച്ച് അവരെ ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ, താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ അവരെ വിശുദ്ധനാക്കി സദാ ദൈവസ്ഥലിൽ നിർത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് അവനാൽ അഭിഷക്തരായ എളിവരെ പോലെയുള്ളവരെ, നിങ്ങളെ പോലെ തന്നെ പല പാപപ്രവൃത്തിയിലായിരുന്നു, നിങ്ങളെ പോലെ ഈ ലോകത്തിന്റെ കാലഗതിക്ക് നടന്നവരായിരുന്നു. ആ കരുണാസമ്പന്ന ദൈവത്തിന്റെ കൃപ വന്ന, അയ്യോ ഞാൻ പാപി, അയ്യോ ഞാൻ മരണയോഗ്യൻ, എന്റെ ഡെസ്റ്റിനേഷൻ പാതാളം എന്റെ സോള് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ റിപ്പന്റ് ചെയ്തത്. ഞങ്ങളുടെ കഴിവല്ല. അപ്പൊ അതിന്റെ സ്റ്റാർട്ട് പോയിന്റ് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ആ പീസ് യഥാർത്ഥ പീസ് അല്ലെന്ന് അറിയത്തൊക്കെ വേണോ. നമ്മുടെ പീസിന് നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നപ്പോ ആരും ഒന്നും കൊണ്ടുവന്നില്ല. എല്ലാം ഫ്രീ പ്രൊവിഷൻസ് ആണ്. നമ്മുടെ ആരോഗ്യം ഫ്രീ പ്രൊവിഷൻ ആണ്, നമ്മുടെ ബ്രീത്ത് ഫ്രീ പ്രൊവിഷൻ ആണ്, നമ്മുടെ ആഹാരം ഫ്രീ പ്രൊവിഷൻ ആണ്, നമ്മുടെ വസ്ത്രം പാർപ്പിടം ഫ്രീ പ്രൊവിഷൻ ആണ്. ഇതിലൊക്കെയും നമ്മൾ ചിന്തിക്കും ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുന്ന അധ്വാനിക്കുന്ന ആരോഗ്യം തന്നോ, ഈ ഭൂമിയിലേക്ക് വന്ന് പലതും കൊണ്ടുവന്നോ? ഇതെല്ലാം ഫ്രീ പ്രൊവിഷനാണ് ദൈവം തരുന്നതിന്. ഒന്ന് റെഗുലേറ്റ് ചെയ്യും, ആരോഗ്യത്തെ ഒന്ന് റെഗുലേറ്റ് ചെയ്യും, സമ്പത്ത് വ്യവസ്ഥ ഒന്ന് റെഗുലേറ്റ് ചെയ്യും, പല കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പീസ്, ലോകം തന്നതായിട്ടുള്ള പീസ് നഷ്ടപ്പെടാൻ തുടങ്ങും. അതേ സമയത്ത് ഒരു വശത്ത് ശേഷാൻ അവരെ ശുശ്രൂഷികമാരോ വീണ്ടും ലോകം തരുന്ന പീസിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്ത് നോക്കും. അത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ വ്യാജമായ രീതിയിൽ സമ്പത്ത് സമ്പാദിപ്പാൻ, അപ്പൊ നമ്മുടെ ആഹാരത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ വ്യാജമായ രീതിയിൽ ആഹാരം സമ്പാദിപ്പാൻ, അല്ലെങ്കിൽ നമുക്ക് പാർപ്പിടത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ വ്യാജമായ രീതിയിൽ ലോകത്ത് തന്നെ പല സൊല്യൂഷൻസ് ഉണ്ട്. അതാണ് ലവോദിക സഭ കർത്താവിനോട് പറയുന്നത്, ഞാൻ സമ്പന്നൻ, ഒന്നിനും മുട്ടില്ല. സഭയുടെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയായി. ഞാൻ സമ്പന്നൻ, ലോകത്തിൽ എനിക്ക് എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. നീ എന്നെ നിയന്ത്രിച്ച് നിന്റെ പീസിലേക്ക് അടുപ്പിക്കാൻ നോക്കിയാലോ ഞാൻ ലോകത്തുള്ള പീസിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുന്നേറും. ഇതാ ലവോദിക സഭയുടെ സ്വഭാവം. കത്തോൽ മുട്ട കുഞ്ഞെ, നീ അനുഭവിക്കുന്ന പീസ് യഥാർത്ഥ പീസ് അല്ല. നിനക്ക് ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തിപരമായിട്ട് നിനക്ക് പരമായി നിന്റെ പേഴ്സണൽ സിന്നെ കൊണ്ട് മരിച്ചടക്കപ്പെട്ട ഉയർത്തുന്ന വെച്ചാൽ ഞാൻ നിന്റെ സോളിൽ നിന്റെ ഇതപ്രകാരം നിന്റെ അനുവാദത്തോട് നിർബന്ധത്താലല്ല, നിന്റെ അനുവാദത്തോട് നിന്നിൽ വസിച്ചല്ലാതെ നിന്നിൽ ദൈവത്തിന്റെ പീസ് വീണ്ടും യഥാസ്ഥാനപ്പെടുവാൻ സാധ്യമല്ല. അപ്പൊ നമ്മളെ റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പീസ് നഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ലോകത്തിലെ പല കാര്യങ്ങളിലും ആശ്രയിച്ചുകൊണ്ട് ഇവൻ അവസാനം സൂയിസൈഡ് ചെയ്തുകൊണ്ട് പീസ് നേടാമെന്ന് ചിന്തിച്ചാൽ അത് ഡിവൈൻ പ്ലാൻ അല്ല, സാറ്റാനിക് പ്ലാൻ ആണ്. ശബ്ദം കൊണ്ടുപോകുന്ന അങ്ങോട്ടാ. വളരെ സൂക്ഷിക്കണം. അദ്ദേഹം വിശ്വാസികൾ പോലും ദൈവദാസന്മാരെന്ന് പേര് വിളിക്കപ്പെടുന്നത് പോലും അല്ലാത്തവർ പോലും വളരെയധികം പെരുകിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണിത്. ഇമ്പോസിബിൾ. ദൈവം തന്റെ പുത്രൻ നൽകി നമ്മുടെ സമാധാനത്തോടെ ശിക്ഷ അവന്റെ മേലായി. അത് അംഗീകരിച്ചുകൊണ്ട്
ഇനി നമുക്ക് തുടർന്ന് ജീവിക്കാൻ കർത്താവ് നമ്മുടെ സോളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ കർത്തൃത്വം മുഴുവൻ അവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ലോർഡ് യു ടേക്ക് മൈ കൺട്രോൾ, യു ബി മൈ ലോർഡ്, നീ എന്റെ കർത്താവ് ഹൃദയം കൊണ്ട് ഏറ്റു പറഞ്ഞ് അവൻ നാം ഹൃദയത്തിൽ വഴി സ്വീകരിച്ച ഉടനെ മൂവ്മെന്റ് ദൈവത്തിന്റെ സമാധാനം നമ്മളിൽ വാഴും. പിന്നെ പ്രതികൂല കാഴ്ചകളുണ്ട്, പക്ഷെ വീഴുവാൻ സമ്മതിക്കയില്ല. പുത്രന്റെ ഉത്തരവാദിത്തമാണ്, പിതാവുമായിട്ടുള്ള അവന്റെ കവനന്റ് ആണ്. നിന്നെ വീഴാതെ കൊണ്ട് സൂക്ഷിച്ച തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരെ ആർക്കത്തോടെ നിർത്തുക എന്നുള്ളത് അവന്റെ ഓത്താണ്. അവൻ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് അബ്രാഹാമിനെ സന്തതി വിശ്വസിക്കുന്നവരെ ഞാൻ രക്ഷിക്കും. നിന്നെ വിശുദ്ധനാക്കി തീർക്കാൻ, നിന്നെ സാമാന്യമായിട്ട് വേർതിരിച്ച് നിന്നെ വിശുദ്ധനാക്കി തീർക്കാൻ, നിങ്ങളുടെ കുറവ് നിനക്ക് വെളിപ്പെടുത്തുമ്പോൾ അല്പമായിട്ട് സമാധാനം തട്ടപ്പെടും, സ്വത്വം നഷ്ടപ്പെടും. അത് സിന്നല്ല, അത് നിന്നെ ഉയർത്തെന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി സ്വീകരിപ്പാൻ തക്കോടോ നിന്നെ ഒന്ന് വീക്കാക്കി കാണിക്കുക. കുഞ്ഞ്, ഞാനില്ലാതെ നിനക്ക് സമാധാനമില്ല. ഞാൻ നിന്നെ വസിച്ചാൽ എന്റെ സമാധാനമാണ് ഞാൻ നിനക്ക് തരുന്നത്, മരണമൊഴിയായിട്ടാണ് തരുന്നത്. പിന്നെ ഒരു സൃഷ്ടിക്കോ ഒരു നിയമത്തിലോ എന്റെ സമാധാനത്തിൽ നിന്ന് എടുത്തു കളയാൻ സാധ്യമല്ല. ഈ സമാധാനമാണ് ദൈവം നമുക്ക് സുവിശേഷത്തിൽ കൂടെ പ്രോമിസ് തരുന്നത്. ഇതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ഈ നിമിഷം ഈ ശബ്ദം കേൾക്കുന്നവര്, ഇപ്പൊ ലൈവായിട്ട് കേൾക്കുന്നവരായിക്കോട്ടെ, യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവരായിക്കോട്ടെ, ഒരു നിമിഷം ഇത് മനസ്സിലാക്കിയെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദാം തെറ്റിച്ച് ദൈവത്തിൽ വേർപെട്ടു പോയി അവന്റെ സമാധാനം നഷ്ടപ്പെട്ട മുമ്പിൽ ദൈവത്തെ ദൈവത്തിന്റെ കാലച്ച കേട്ടപ്പോൾ അവൻ ഭയന്ന് പറച്ച് അത്യലകൾ തൂട്ടി ദിവസത്തിനോട് ഒളിക്കുകയായിരുന്നു. എന്തുകൊണ്ടാ? ഭയം അവനെ ഭരിക്കുക. വീണ്ടും വീണ്ടും വലുത് വായിച്ച ആയിരക്കണക്കിന് പ്രാവശ്യം പറഞ്ഞത്, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പക്ഷെ ക്രിസ്തു മാതിരി ദൈവത്തോട് നിരന്തല്ലാതെ നിനക്ക് പെർമനന്റ് പീസ് കിട്ടുന്നില്ല. It's a free gift. Only your decision make everything perfect. ആ ക്രിസ്തു പ്രോമിസ് മരണമൊഴിയായിട്ട് നിനക്ക് തന്നിരിക്കുന്ന ആ പീസ് നിന്റെ ഹൃദയത്തിൽ കടന്നു വരാൻ ഒറ്റ സെക്കൻഡിന്റെ ഒരു ഡിസിഷൻ മതി. Just take a decision. None else should know that. ഓരോരുത്തരും അറിയണ്ട, ഓരോരുത്തരും എന്റെ ഹൃദയത്തിലെടുക്കുന്ന തീരുമാനം അവിടെ തുടങ്ങി നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തു തരുന്ന സമാധാനം എന്താണെന്ന്. പിന്നെ പല കാഴ്ചകൾ വരുമ്പോൾ പീസ് നഷ്ടപ്പെടാൻ നെവർ, അവൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ഡിസ്റ്റർബൻസ് വരാം, തിരുമാലകൾ അടിക്കാം, തീച്ചൂളകൾ കടന്നു വരാം. No, nothing will discard you from the love of God in Christ. ക്രിസ്തുവേശുള്ള ദൈവസ്നേഹത്തുനിന്ന് നിന്നെ വേർപിരിപ്പാൻ ഒരു സൃഷ്ടിക്ക് സാധ്യമല്ല. ഈ പ്രത്യാശയോടുകൂടെ കർത്താവേ, എന്റെ സമാധാനത്തിലുള്ള ശിക്ഷ നിന്റെ മേലായി. ഐ ലവ് യു ലോർഡ്. ഇന്നെനിക്കിത് മനസ്സിലായി. ഞാൻ നിന്നെ എന്റെ ഹൃദയത്തിൽ വാഴുമ്പോൾ സ്വീകരിക്കുന്നു. ഞാൻ അയ്യോ പാപി, എന്നിലുള്ള പാപം വസിക്കുന്ന പാപമാണ് എന്നെ ഉപയോഗിച്ചുകൊണ്ട് നിന്നെ അകറ്റി നിർത്ത് യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക്, ദൈവമായിട്ടുള്ള റീകൺസിലേഷൻ അടുപ്പിക്കാൻ നിർത്തുന്നത്. ലോർഡ്, ഐ ടേക്ക് എ ഡിസിഷൻ. ഈ പ്രത്യാശയോടുകൂടെ